അങ്ങനെ 2025 പിറന്നു. ഇന്ന് പുതുവത്സര പുലരിയാണ്. ജനുവരി 1 തീയതി. സാധാരണ മനുഷ്യർ എങ്ങനെയാണ് സന്തോഷിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്തവണയും ബെവറേജ് കോർപ്പറേഷനിൽ കച്ചവടത്തിന് കുറവൊന്നും ഉണ്ടാവുകയില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും കേരള ഗവൺമെൻറ് പ്രബുദ്ധരായ എല്ലാ മലയാളികൾക്കും ഒരു പുതുവർഷ സമ്മാനം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ മനുഷ്യാവകാശ മേഖലയിൽ സർക്കാർ ഒരു പുതിയ കാൽവെപ്പ് അല്ലെങ്കിൽ ഒരു കൈവെപ്പ് നടത്തിയിരിക്കുകയാണ്. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ സഖാവ് കൊടി സുനിക്ക് 1 മാസത്തെ പരോള് കനിഞ്ഞ് അനുവദിച്ചു. സത്യം പറഞ്ഞ് ഈ മനുഷ്യാവകാശ നിയമം വന്ന അന്ന് മുതൽക്ക് ഈ മനുഷ്യാവകാശ കമ്മീഷനെ പരിഹസിക്കുകയും വിമർശിക്കുകയും പുച്ഛിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് പല്ലും നഖവുമില്ലാത്ത ഒരു കടലാസ് കടുവയാണെന്നും അവിടെ അപേക്ഷയുമായിട്ട് പോകുന്ന ആളുകൾ വെറും വിഡ്ഢികളാണെന്നും മൂഢന്മാരാണെന്നൊക്കെ ഒരു വേദിയിലല്ല ഒരുപാട് വേദികളിൽ പ്രസംഗിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഇന്നലെ വരെ എനിക്ക് ഈ അഭിപ്രായമായിരുന്നു. ഇന്നിപ്പോൾ അഭിപ്രായം മാറി. കാരണം മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഉത്തരവുണ്ട് അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന പരാതി കൊണ്ട് ആർക്കും യാതൊരു ഗുണവും മിനിയാന്ന് വരെ ഉണ്ടായതായിട്ട് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇന്നലെ അഭിപ്രായം മാറി. കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഹാനായ കൊടി സുനിക്ക് കേരള ഗവൺമെൻറ് കനിഞ്ഞ് പരോൾ അനുവദിച്ചിരിക്കുകയാണ്. അതിന് നിമിത്തമായത് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒരു ഉത്തരവായിരുന്നു. ഈ കൊടി സുനിക്ക് പരോൾ നൽകരുത് എന്ന് ജയിലധികാരികൾ റിപ്പോർട്ട് ചെയ്തു. പോലീസ് റിപ്പോർട്ടും പുള്ളിക്കെതിരായിരുന്നു. കേരള ഹൈക്കോടതിയുടെ വിധിയും പുള്ളിക്കെതിരാണ്. കൊടി സുനി അടക്കമുള്ള ധീര ദേശാഭിമാനികൾക്ക് ആർക്കും യാതൊരു ഇളവും കൊടുക്കരുത്. അവർ 20 കൊല്ലം കിടന്ന കിടപ്പ് കിടക്കണമെന്നുമാണ് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിച്ചു കളഞ്ഞത്. ഇവർക്ക് റെമിഷനില്ല, ജാമ്യമില്ല, പരോളില്ല എന്ന അവസ്ഥയിൽ കിടക്കുമ്പോൾ ഈ സാധുക്കൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ കൊടിസുനി ഒരു ചെറിയ അപേക്ഷയുമായിട്ട് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വലിയ നീതിമാനാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. പക്ഷേ അലക്സാണ്ടർ തോമസിൻ്റെ അടുത്തല്ല ചെന്നത്. ഇത് അവിടുത്തെ ഒരു മെമ്പറുടെ അടുത്താണ്. മെമ്പർ അദ്ദേഹം ഇത് വായിച്ചു നോക്കിയപ്പോൾ ഈ പരാതിയിൽ ഒരു കഴമ്പുണ്ട്. കാരണം ഒരു പാവപ്പെട്ടവൻ, ഒരു ചെറുപ്പക്കാരൻ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ ജയിലിൽ കിടക്കണേ. 6 കൊല്ലമായിട്ട് പുള്ളിക്ക് പരോൾ കിട്ടിയിട്ടില്ല. ഇപ്പോഴത്തെ മട്ടനുസരിച്ചിട്ടാണെങ്കിൽ ഇനിയും ഒരുപാട് കൊല്ലം പരോളില്ലാതെ പുള്ളി ഗോതമ്പുണ്ട കഴിച്ച് ശരീരം പുഷ്ടിപ്പെടുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഒരു പരിണതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഒരു ശുപാർശയുടെ രൂപത്തിലൊരു ഉത്തരവ് പോലെ ഒരു സാധനം പാസ്സാക്കി. ഇതുപോലുള്ള കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ മനുഷ്യാവകാശപരമായിട്ടുള്ള കാര്യങ്ങൾ, മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി പരിഗണിക്കണം എന്ന് പറയും. സത്യം പറഞ്ഞാൽ സർക്കാരിന് വലിയ സന്തോഷമായി. സർക്കാർ എവിടെയെങ്കിലും ഒരു പിടിവള്ളി കാത്ത് ഇരിക്കുകയായിരുന്നു, ഒരു കച്ചി തുരുമ്പ് നോക്കിയിരിക്കുകയായിരുന്നു. ഉടനെ തന്നെ ഫയൽ പുട്ടപ്പ് ചെയ്തു. പോലീസ് റിപ്പോർട്ടും പരിഗണിച്ചില്ല, ജയിൽ മേധാവിയുടെ റിപ്പോർട്ടും പരിഗണിച്ചില്ല, ഒരു റിപ്പോർട്ടും പരിഗണിച്ചില്ല. മുകളിലും താഴെയും ഇടത്തും വലത്തും ആകെ വന്നിട്ട് പോയിട്ടുള്ളത് ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ശുപാർശ പോലെയുള്ള ഉത്തരവാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കേരള സർക്കാർ കണ്ണു തുറന്നു. കാരുണ്യപൂർവ്വം എന്ത് ചെയ്തു? കൊടി സുനിക്ക് ഒരു 30 ദിവസത്തെ പരോളങ്ങൾ അനുവദിച്ചത് പരമരഹസ്യമായിട്ട്. കാരണം മനോരമക്കാരും മറ്റും അറിഞ്ഞെങ്കിൽ വല്ല പൊതു താല്പര്യക്കാരും KK രമ ആരെങ്കിലും ഇതുമായിട്ട് ഹൈക്കോടതിയിൽ പോയി ഒരു സ്റ്റേ ഉത്തരവ് വാങ്ങിച്ചാൽ പാവം സുനി അകത്താവും, അല്ലെങ്കിൽ പുള്ളിക്ക് പുറത്തിറങ്ങാൻ പറ്റുകയില്ല. അതുകൊണ്ട് പരമരഹസ്യമായിട്ടൊരു ഉത്തരവ് തയ്യാറാക്കി ഉത്തരവ് തവന്നൂർ ജയിലിൽ കൊണ്ടുവന്ന് കൊടുത്ത് സുന്നി സഖാബിനെ അവിടെ നിന്ന് രക്തഹാരമണിയിച്ച് സ്വീകരിച്ച് കണ്ണൂർക്ക് നിരവധി വാഹനങ്ങളുടെ ആകമ്പടിയോടുകൂടി ധീരാ വീര കൊടി സുനി ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ, വെട്ടാമെങ്കിൽ വെട്ടിക്കോ, കൂത്താമെങ്കിൽ കുത്തിക്കോ എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങളും വിളിച്ച് പുള്ളി സ്വദേശമായ കണ്ണൂർക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എത്ര പേരുടെ കഴുത്തിൻ്റെ മുകളിൽ തലയുണ്ടാവും എന്ന് നമുക്കറിയില്ല. എത്ര പേരുടെ കൈവെട്ടും, എത്ര ആളുടെ കഴുത്ത് വെട്ടും എന്നൊക്കെ സുനിക്ക് തന്നെ അറിയുള്ളൂ. ഒരുപാട് കണക്കുകൾ തീർക്കാനുണ്ടാവും. ഇപ്പോൾ TP കേസിൽ സാക്ഷി പറയാൻ പോയ ആൾക്കാരുണ്ടാവും, പ്രോസിക്യൂട്ടറായിട്ട് പ്രവർത്തിച്ചവരുണ്ടാവും, മറ്റ് പല ആളുകളുണ്ടാവും. ഇവരുടെയൊക്കെ സ്ഥിതി എന്താവുമെന്ന് നമുക്കറിയില്ല. ജയിലിലിരുന്നുകൊണ്ട് തന്നെ വലിയ വലിയ ഓപ്പറേഷൻസൊക്കെ നടത്തി കഴിവ് തെളിയിച്ച ഒരു വിപ്ലവകാരിയാണ് സഖാവ് സുനി. അതുകൊണ്ട് സുനി വടക്കോട്ട് പോയിട്ടുണ്ട്. വടക്കോട്ട് പോയെന്ന് വെച്ചാൽ കണക്കാക്കേണ്ട, തെക്കോട്ട് വരാനും പുള്ളിക്ക് അധികം സമയം വേണ്ടി വരില്ല. അപ്പോൾ ഇങ്ങനെ വളരെ വിപ്ലവകരമായൊരു തീരുമാനം എടുക്കുന്നതിന് നിമിത്തമായി തീർന്ന നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനെ അഭിനന്ദിക്കുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ ആരംഭിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരാൾക്ക് ഇവരുടെ ഉത്തരവ് കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുന്നത്. പക്ഷേ അത് ചെറിയൊരു ഗുണമല്ല, വലിയ മനുഷ്യത്വപരമായിട്ടുള്ളൊരു നീക്കമായിപ്പോയി. ഇത്ര വലിയ തീരുമാനമെടുത്ത മനുഷ്യാവകാശ കമ്മീഷനെ അതിലെ മെമ്പറേയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇതുപോലുള്ള ഉത്തരവുകൾ ഇടയ്ക്കിടയ്ക്ക് പാസ്സാക്കണം. ഇനിയിപ്പോൾ അണ്ണൻ സിജിത്തിൻ്റെ വരും, പിന്നെ ട്രൗസർ മനോജിൻ്റെ വരും, മുഹമ്മദ് ഷാഫിയുടെ വരും. എല്ലാവരും ആ അപേക്ഷകൾ ഉടനെ പുറകെ വരും.
അപ്പോൾ എല്ലാവർക്കും ഇതേ രീതിയിൽ തന്നെ അളക്കണം, ഇതേ രീതിയിൽ തന്നെ നീതി നടപ്പാക്കണം. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും അവകാശമാണ്, ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടാക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതുപോലുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനെയും മെമ്പറേയും അഭിനന്ദിക്കുന്നു. പിന്നെ ജാമ്യം ലഭിച്ച് സ്വതന്ത്ര ലോകത്തേക്ക് സ്വച്ഛവായു ശ്വസിക്കാൻ വേണ്ടി വന്നിട്ടുള്ള സഖാവ് സുനിയെ, അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ എനിക്ക് വാക്കുകളില്ല. അദ്ദേഹത്തെ ഒരു പുതുവർഷ സമ്മാനമായി നമുക്ക് നൽകിയ പ്രിയപ്പെട്ട പിണറായി സഖാവിനെയും അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥന്മാരായ കിങ്കരന്മാരെയും എല്ലാവരെയും പേർത്തും അഭിനന്ദിക്കുന്നു. ഇവിടെ കൊണ്ട് നിർത്തരുത്. ഇനിയും ഒരുപാട് സഖാക്കൾക്ക് ഉപകാരം ചെയ്യാനായിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ, നമ്മുടെ ആഭ്യന്തര വകുപ്പും ജയിൽ വകുപ്പും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇങ്ങനെയുള്ള ധീരോദാത്തമായ പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ സർക്കാരിൻ്റെ ഖ്യാതി 7 ദിക്കിലും പരക്കട്ടെ. കാരണഭൂതൻ്റെ യശോധാവള്യം കൂടുതൽ പ്രസരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് ജയിലാധികാരികളെയും സുനിയെയും പിണറായി സഖാവിനെയും മനുഷ്യാവകാശ കമ്മീഷനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. 2025 ഇതുപോലെ ഒരുപാട് വിപ്ലവകാരികൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ വെളിച്ചം ലഭിക്കുമാറാകട്ടെ. മനുഷ്യാവകാശങ്ങൾ കൂടുതൽ ദീപ്തമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിട. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.